1984 ഗൈ ലാലിബർട്ടെ കാനഡയിൽ ഒരു ചെറിയ സർക്കസ് നടത്തുകയായിരുന്നു. അവൻ മത്സരിച്ചത് റിംഗ്ലിംഗ് ബ്രദേഴ്സ് പോലെയുള്ള 100 വർഷത്തിലേറെ പഴക്കമുള്ള വലിയ കമ്പനികളോടായിരുന്നു. അപ്പോൾ സർക്കസ് ഇൻഡസ്ട്രി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെലവ് കൂടുന്നു, പ്രേക്ഷകർ കുറയുന്നു, എല്ലാവരും ഒരേ കസ്റ്റമേഴ്സിന് വേണ്ടി പോരാടുന്നു. അപ്പോൾ അവനൊരു വലിയ തീരുമാനമെടുത്തു. ഞാൻ ഇനി മത്സരിക്കില്ല. അയാൾ മികച്ച സർക്കസ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. പകരം പൂർണ്ണമായും വ്യത്യസ്തമായ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ജനങ്ങൾക്ക് സർക്കസിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായ മൃഗങ്ങൾ, വലിയ ശബ്ദവും അട്ടഹാസവും, മലീനസമായ അന്തരീക്ഷം, നിലവാരം കുറഞ്ഞ സീറ്റുകൾ എല്ലാം തന്നെ അവൻ ഒഴിവാക്കി. അതിന് പകരമായി ജനങ്ങൾ തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടിരുന്ന കലാപരമായ പ്രകടനങ്ങൾ, കഥകൾ, ഭംഗിയും ആകർഷണവും, മുതിർന്നവർക്ക് അനുയോജ്യമായ വിഷയങ്ങൾ എല്ലാം തന്നെ കൂട്ടിച്ചേർത്തു. അങ്ങനെ അവിടെ സർക് ഡ്യൂ സൊലൈ എന്ന കമ്പനി ജനിച്ചു. ഇവിടെ റിംഗ് മാസ്റ്റേഴ്സ് ഇല്ല, മൃഗങ്ങളില്ല, പകരം മൈൻഡ് ബ്ലോയിങ് പ്രകടനങ്ങൾ, ലൈവ് മ്യൂസിക്, റിയൽ ഇമോഷൻസ്. അതിൽ ഏറ്റവും വലിയ ടെസ്റ്റ് എന്താണെന്നോ, എല്ലാവരും $20 വാങ്ങുമ്പോൾ ഇവർ $100 വാങ്ങി. ആളുകൾ പറഞ്ഞു അവന് ഭ്രാന്താണ്. പക്ഷേ അയാൾ ഒരിക്കൽ പോലും സർക്കസ് മാർക്കറ്റിൽ മത്സരിച്ചില്ല. അയാൾ ഒരു പുതിയ മാർക്കറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് സർക് ഡ്യൂ സൊലൈ $1.5 ബില്യൺ കമ്പനിയാണ്. അതേസമയം റിംഗ്ലിംഗ് ബ്രദേഴ്സ് 146 വർഷങ്ങൾക്ക് ശേഷം 2017 അടച്ചുപൂട്ടി. ഈ ആശയം പറയുന്നത് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്നാണ്. റെഡ് ഓഷ്യൻ എന്നാൽ കോമ്പറ്റീറ്റേഴ്സുമായുള്ള പോരാട്ടമാണ്. ബ്ലൂ ഓഷ്യൻ മത്സരമില്ലാത്ത പുതിയ ലോകമാണ്. ക്രൗഡഡ് മാർക്കറ്റിൽ ശ്രദ്ധ കിട്ടാൻ ഫൈറ്റ് ചെയ്യാതെ മത്സരമില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ ഇടം സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.